ദുബായ് മോളിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ കണ്ടത് ടർക്കിഷ് ഐസ്ക്രീം മാൻ്റെ കുറച്ച് ഫണ്ണി മൊമെൻറ്റ്സ് ആയിരുന്നു. ആ കളി കണ്ട് അവിടെ അങ്ങ് നിന്നുപോയി. അപ്പോൾ വെൽക്കം ബാക്ക് ടു ചാനൽ. എന്നത്തെയും പോലെ തന്നെ ദുബായ് മോളിലേക്ക് വന്നപാട് ഞങ്ങൾ നേരെ വിട്ടത് ദ വാട്ടർഫോളിൻ്റെ അടുത്തേക്കായിരുന്നു. അവിടെ ആ ലവ് മോഡലിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഫോട്ടോ, അത് ഞങ്ങൾക്ക് എന്ന് നിർബന്ധം. വെള്ളത്തിൻ്റെ ശക്തിയായ ഒച്ച കൊണ്ട് വോയിസ് ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല. വീക്കെൻഡ് ഒന്നും അല്ലാതിരുന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു ദുബായ് മോളിൽ. എപ്പോൾ വന്നാലും വ്യത്യസ്തമായ ഒരു കാഴ്ചയെങ്കിലും ദുബായ് മോളിൽ കാണാനുണ്ടാവും. ഇതാണ് ദുബായ് മോളിലെ ഐസ് റിങ്. അവിടെയും കുറേ ആളുകൾ കളിക്കുന്നുണ്ടായിരുന്നു. ഇതേതോ ഷോപ്പിൽ കണ്ടതാ. സംഭവം അടിപൊളിയായിരുന്നു കാണാൻ വേണേ. പിന്നെ നേരെ പോയത് ദുബായ് മോളിലെ അക്വേറിയത്തിനടുത്തേക്കായിരുന്നു. 140-ലധികം മറൈൻ സ്പീഷീസ് ഇവിടെ കാണാനുണ്ടെന്നാണ് പറയുന്നത്. വേൾഡ് ലാർജസ്റ്റ് സസ്പെൻഡഡ് അക്വേറിയമാണ് ഇത്. പിന്നെ നേരെ വിട്ടത് ദ ഡൗൺ ടൗൺ ഭാഗത്തേക്കാണ്. ഒരുപാട് ഫോട്ടോ എടുക്കാൻ ഇഷ്ടം പോലെ പ്ലേസ് ഇവിടെ ഉണ്ട്. എവിടുന്ന് എങ്ങോട്ട് തിരിഞ്ഞെടുത്താലും എല്ലാ ഫോട്ടോയും കിടുവായിരിക്കും. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ വാട്ടർ ഫൗണ്ടെയിൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. 6 മണി തൊട്ട് വാട്ടർ ഫൗണ്ടെയിൻ തുടങ്ങും. വേൾഡിലെ തന്നെ ലാർജസ്റ്റ് കൊറിയോഗ്രാഫ്ഡ് ഫൗണ്ടെയിൻ ആണ് ഇതെന്ന് പറയുന്നത്. അതിൻ്റെ ആ മ്യൂസിക്കും എല്ലാം കൂടിയാകുമ്പോൾ അടിപൊളിയാണ് സംഭവം. പകൽ വെളിച്ചത്തിലും രാത്രിയിലും എല്ലാമായി ആ ഫൗണ്ടെയിൻ അടിപൊളിയായിരുന്നു കാണാൻ. Who I am, I'm making a new plan, rearranging my life and I won't look back ever again. Yeah, you ain't see me activated, you better hope that you never see me agitated. I think about my actions, plan them out, evaluated. That's how I end up on the top, man, I'm calculated. My mind's a weapon, my body is the engine. I'm never second guessing, I just do what I was destined. Cause I feel I got the blessing, persistence and obsession. That's how you keep progressing, I already learned that lesson, yeah.